പ്രിയ വിദ്യാർത്ഥികളെ, +1 ഓൺലൈൻ ഫോം എങ്ങനെ ലൈവായിട്ട് ഫില്ല് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ബെൽ ബട്ടൺ കാണും പ്രസ് ചെയ്യുകയും തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നതാണ്. www.google.com എടുത്തതിന് ശേഷം hscap.kerala.gov.in ഇതാണ് വെബ്സൈറ്റ്. www.hscap.kerala.gov.in. അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾ കാണാം അപ്ലൈ ഓൺലൈൻ SWS. ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലൈ ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റം, ഇതിനു വേണ്ടി നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോമിൻ്റെ വിൻഡോ വരും. അത് കാണാവുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം ഇത് ചെയ്യുക. ഇതാ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ സെലക്ട് ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്റ്റ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴ. അത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വരും. SSLC സ്കീം, അതായത് 2010 ഈ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ 2019-20, 2007-19 അത് വന്നു കഴിയും. രജിസ്റ്റർ നമ്പറാണ് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് സ്കീം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. CBSE ആണെങ്കിൽ CBSE, ICSE ആണെങ്കിൽ ICSE. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. മന്ത് SLC ആണെങ്കിൽ ഡീഫോൾട്ട് വരും. ഇല്ലെങ്കിൽ എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കൃത്യമായ രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നിങ്ങളുടെ OTP വരേണ്ട മൊബൈൽ നമ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനക്ഷമമായിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതും കൃത്യമായ രീതിയിൽ തെറ്റാതെ വളരെ ശ്രദ്ധാപൂർവം വേണം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി. ആ തെറ്റുമ്പോൾ ഓരോ ഡിജിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ യാതൊരു കാരണവശാലും തെറ്റ്. പിന്നീടുള്ള ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് ഈ മൊബൈൽ നമ്പർ വഴിയാണ്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെൽഫ് തന്നെത്താനാണോ ചെയ്യുന്നത്, ഹെൽപ്പ് ഡെസ്ക് ആണോ, അതേഴ്സ് ആണോ? നിങ്ങൾ തന്നെത്താൻ ഏതെങ്കിലും സെൽഫ് എന്ന് കൊടുക്കുക. ആ രീതിയിൽ തന്നെ നമുക്ക് സെൽഫ് ഉപയോഗിക്കാം. താഴെ ഇനി ഒരു ക്യാപ്ച കാണും. ഈ ക്യാപ്ച തെറ്റാതെ നിങ്ങൾ താഴെ കാണുന്ന ക്യാപ്ച അടിക്കുക. അത് നിങ്ങൾ തെറ്റാതെ നിങ്ങൾക്ക് കഴിക്കാം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഈ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ഓപ്ഷൻ വരുന്നത് നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ ആ ഹയർ സെക്കൻഡറിയുടെ കോഡാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇല്ല എങ്കിൽ, പഠിച്ച സ്കൂളില്ല എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും അവസാനം കാണുന്ന അതേഴ്സ് അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ അതാണ് സെലക്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ 1, 2, 3, 5. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ് ഇതെല്ലാം നിങ്ങൾ മുമ്പേ ടൈപ്പ് ചെയ്തതാണ്. SSLC ആയതുകൊണ്ട് നിങ്ങളുടെ പേര്, ജെൻഡർ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലിജിയൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻ നെയിം ഇതെല്ലാം നിങ്ങളെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മുമ്പേ നിങ്ങൾ കൊടുത്തതാണ്. അതൊക്കെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരും. അതോടൊപ്പം തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന നിങ്ങൾക്ക് NCC ബോണസ് പോയിൻ്റാണിത് നൽകുന്നത്. അപ്പോൾ NCC, സ്വിമ്മിങ്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ്, ഒന്നുമില്ല എങ്കിൽ നൺ. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്തത്, അതിൻ്റെ എന്താണ് ഇഷ്യൂ ചെയ്തത്, ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ്, ഇതൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചേക്കണം. പിന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, സ്റ്റേറ്റ് ലെവൽ എത്ര എണ്ണമാണെന്നുള്ള നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ എണ്ണമാണ് കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് സെക്കൻഡ്, ഡിസ്ട്രിക്ട് ലെവൽ തേർഡ്, ഡിസ്ട്രിക്ട് പാർട്ടിസിപ്പേഷൻ ഇതാണ് സ്പോർട്സ്. യൂത്ത് ഫെസ്റ്റിവലാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എത്ര നമ്പർ 1, 2, 3 എന്നുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് B ഗ്രേഡ്, C ഗ്രേഡ്, ഡിസ്ട്രിക്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ നമ്പർ 2 ഐറ്റത്തിലുണ്ട് 2 നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷനാണ് വരുന്നത്. വളരെ കൃത്യമായിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ താഴോട്ട് വന്നാൽ അതർ ഡീറ്റെയിൽസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അത് മിക്കവാറും നമ്മളെ ഉള്ളവർ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ റെസിഡൻസിൻ്റെ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. റെസിഡൻസ് ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ലൊക്കാലിറ്റി. SSLC ആണെങ്കിൽ ഇത് ഡീഫോൾട്ടായിട്ട് തന്നെ എല്ലാം വരും. CBSE ആണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും NTSE ക്വാളിഫൈ ആണെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്യണം.
കോകരിക്കുലർ ആക്ടിവിറ്റീസാണ് പോകുന്നത്. അത് നിങ്ങൾ ടിക്ക് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങളുടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ റെസിഡൻറ്റ് താലൂക്ക് റെസിഡൻറ്റ് ലോക്കൽ ബോഡി ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യുക. കൃത്യമായ രീതിയിൽ അത് സെലക്ഷൻ വരും. ഏത് ഡിസ്ട്രിക്റ്റാണ്, ഏത് താലൂക്കാണ്, ഏത് ലൊക്കാലിറ്റിയാണ്, നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് എന്താണ്. ഈ പെർമനൻ്റ് അഡ്രസ്സിൽ നിങ്ങൾ പിൻകോഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പിൻകോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് വേണം ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം വന്നോളും. നിങ്ങൾ അതിന് താഴെ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ. ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല, അത് മസ്റ്റല്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് വന്നാൽ നിങ്ങളുടെ വിവിധ ക്ലബ്ബുകളെ പറ്റിയൊരു ഡീറ്റെയിൽസ് കാണാം. IT, ലിറ്റററി, റെഡ് ക്രോസ്, സോഷ്യൽ സയൻസ്, പാർട്ടിസിപ്പേഷൻ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചാൻസ് 1 ആണെങ്കിൽ നിങ്ങളുടെ ചാൻസ് 1 ഡിഫോൾട്ടായിട്ട് വരും. തോറ്റിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ വിശദമായിട്ട് സബ്മിറ്റ് ഡീറ്റെയിൽസ് അടിക്കുക. ഈ സബ്മിറ്റ് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം സബ്മിറ്റായി അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നിങ്ങൾ കാൻഡിഡേറ്റ്സ് ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും. നിങ്ങളുടെ ഗ്രേഡ് വരുന്നതാണ്. SSLC ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേഡ് എല്ലാം വരും. CBSE ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അടുത്ത പേജ് വരുന്നത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ആണ്. സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്യുക ഇവിടെ. എന്നിട്ട് നിങ്ങൾ സ്കൂൾ കോഡെല്ലാം നിങ്ങൾ നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ചേക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂള്, ഇഷ്ടപ്പെട്ട കോഴ്സ്. അപ്പോൾ കോഴ്സിനാണ് ഇവിടെ പ്രാധാന്യം. ഏത് കോഴ്സാണെന്ന് വെച്ചാൽ ആ കോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പം ഒരു സ്കൂൾ കോഡ് അടിക്കുന്നു നമ്മൾ. ആ സ്കൂൾ കോഡ് അടിച്ചു കഴിയുമ്പോൾ ആ സ്കൂളിൽ ഉള്ള കോഴ്സുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ കോഴ്സുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ആ കോഴ്സ് ഡിസ്പ്ലേ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്നു. ഏത് കോഴ്സാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണുന്നു. അതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത് സേവ്. ഇനിയും വേണമെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വരാം. അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എത്ര സ്കൂൾ കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, കോഴ്സ് കോഡ് കൊടുക്കാം. ഇത് താഴെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ 4-5 സ്കൂളിൻ്റെ പേര് ഞാൻ കൊടുത്തു. അതിൽ ഓപ്റ്റ് ചെയ്ത സ്കൂളിൽ അവിടെ കാണാം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മാറിപ്പോയി, ചെയ്തത് മാറിപ്പോയെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇത് സബ്മിറ്റ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു പേജിലായിട്ട് വരും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ പേജിലായിട്ട് വരും. ഇവിടെ വെച്ച് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നുകൂടെ ശ്രദ്ധാപൂർവ്വം നിങ്ങളത് വായിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ ഒരവസരം കൂടെ കിട്ടും. അവിടെ കിട്ടുമ്പോൾ റൈറ്റ് സൈഡിൽ താഴെ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ മാർക്ക്, ഗ്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ റൈറ്റ് സൈഡിലൊരു ഓപ്ഷൻ വരും. ഇവിടെ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷമാണ് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നു. ഈ ഫൈനൽ സബ്മിഷൻ ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫൈനൽ സബ്മിഷനിലായി. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റ്. ഇവിടെ വെച്ച് നമുക്ക് ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് സ്കൂളിൽ കൊടുക്കേണ്ടതായിട്ടില്ല, നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. ഈ പ്രിൻ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൽ നിങ്ങൾക്ക് തിരിച്ച് ലോഗിൻ പേജിലേക്ക് പോകണമെങ്കിൽ അത് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്രിൻ്റ് ചെയ്ത് ഡു നോട്ട് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോം ടു സ്കൂൾ, നിങ്ങൾ ഫോമിൽ കൊണ്ട പ്രിൻ്റബിൾ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ചെയ്ത ഫോം പ്രിൻ്റായിട്ട് വരുന്നു. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിച്ച് വെക്കാം. ഇപ്രകാരം നിങ്ങളുടെ 2020 ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. ഇനി നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നതൊക്കെ നിങ്ങളുടെ OTP വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ OTP നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ OTP വരുന്നില്ല എങ്കിലും വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വരുന്ന മുറയ്ക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ പ്രൊസീജിയറാണ് ബാക്കിയുള്ളത്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ കാണും. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിനു വ്ളോഗ്സ്. താങ്ക് യു.